കഴിഞ്ഞ ദിവസത്തെ ഉറക്കം അത്രക്ക് ശരിയായില്ലെങ്കിലും രാവിലെ അമ്പലത്തിൽ പോകാനുണ്ടായോണ്ട് ഉറക്കെല്ലാം കണക്കന്നെ ഉണ്ടായിരുന്നു. രാവിലെ എണിച്ച് കുപ്പായി വിട്ട് ഞാൻ ആദ്യം പോയത് ശരത്താട്ടന്റെ വീട്ടിലേക്കാണ്. ആടുന്ന് പൂരക്കൊഞ്ഞി കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയാൽ മതി വീട്ടിൽ നിന്ന് എന്നോട് അമ്മ പറഞ്ഞത്. വിശക്കുന്നുണ്ടായോണ്ട് ഫുഡ് ഏടുന്ന് കിട്ടിയാലും കഴിക്കണം, അതാണല്ലോ നമ്മളൊരു ഇത്. എന്നിട്ട് കഴിച്ച് ഞാൻ അമ്പലത്തിലേക്ക് പോയി. ഏഴാം പൂരായോണ്ട് ഇന്ന് ഉച്ചവരെ അമ്പലത്തിൽ പൂരം കൂടി ചടങ്ങാന്ന് നടക്കുന്നത്. ദേവിനെ നടയെന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുളിപ്പിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഔട്ട്ഫിറ്റ് ചെക്ക് കൂടി എടുത്ത്. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ തന്നെ കുറെ നേരം ഇരുന്നു. വാടക എടുത്ത കുറെ സാധനം തിരിച്ചു കൊണ്ടുകൊടുക്കാനുണ്ടായി. അതുകൊണ്ട് കണ്ണപ്പന്റെ കാറും എടുത്തുകൊണ്ട് പോയി കൊണ്ടു കൊടുത്തു. തിരിച്ച് അമ്പലത്തിലേക്ക് വരുമ്പോൾ ജനതേന്റെ ഒരു സംഭാരം വാങ്ങിക്കുടിച്ചു. അമ്പലത്തിൽ എത്തുമ്പോഴേക്കും അട്ടക്കടംപൊടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം അട്ടക്കടംപൊതി കിട്ടിയത് പ്രതിവാട്ടനായിരുന്നു. സൂക്ഷിച്ചു നോക്കി അപ്പുറത്തുനിന്ന് ചെണ്ട കൊട്ടുന്ന ഞാനാണ് കേട്ടാ. അട്ടക്കടംപൊതിയുടെ ഐതിഹ്യം എനിക്ക് അത്ര അറിഞ്ഞൂടാ. അട്ടക്കടംപൊതി കഴിഞ്ഞാണ്ട് അമ്മ വിളിച്ച് പൂരായോണ്ട് പൂരത്തിന് പൂടുന്ന ചെറുതിന്റെ കാമന പായിക്കാനുണ്ടായി. അതുകൊണ്ട് വേഗം പോയിട്ട് അതും ചെയ്തു. അവസാനം കാമന പായിച്ചു കഴിഞ്ഞ ശേഷം കുടുംബത്തിലുള്ള ഏതെങ്കിലും ആൺകുട്ടി ആ പൂക്കളിൽ നിന്ന് തേങ്ങ കൊത്ത് വറക്കിയെടുക്കണം. അതാണ് ഇന്നത്തെ എന്റെ പണി. എന്നിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് എത്തിയത് അച്ചുവിന്റെയും കൂട്ടാട്ടന്റെയും മാസ്മരികമായ ലേലം വിളിയാണ് ഉണ്ടായത്. കഷ്ടപ്പെട്ട് വിളിച്ചിട്ടും വാങ്ങാനുണ്ടായത് 10-30 ആൾക്കാർ മാത്രമാണ്. പിന്നെ ലേലം വിളി കഴിഞ്ഞിട്ട് തിരിച്ച് പൈസ എല്ലാം വാങ്ങി വെച്ചാടും ഞാൻ വീട്ടിലേക്ക് പോയി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, പോയിട്ട് വരാം.